എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. കർത്താവായ യേശുക്രിസ്തു സ്വന്തമായി താൻ ദൈവം എന്ന് പറയുകയോ എന്നെ ആരാധിക്കണം എന്നാവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചിലർ പറയുന്ന വാദം. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ദൈവമല്ല എന്നാണ് അവരുടെ അവകാശവാദം. ഈ വാദം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ രണ്ട് വിഭാഗമാണ്. ഒന്ന്, ക്രൈസ്തവ മേഖലയിൽ തന്നെ ഉള്ള, അല്ലെങ്കിൽ ക്രൈസ്തവരെന്ന് സ്വയം അഭിമാനിക്കുന്ന, അതേസമയം ക്രിസ്തുവുമായോ തിരുവെഴുത്തുമായോ യാതൊരു ബന്ധവുമില്ലാത്ത യഹോവ സാക്ഷികളാണ്. രണ്ടാമത്തെ വർഗം ക്രൈസ്തവരുടെയും യഹൂദരുടെയും റിഫോംഡ് ഫോമാണ് ഞങ്ങളുടേത് എന്ന് അഭിമാനിച്ചുകൊണ്ട് നടക്കുന്ന തട്ടിപ്പ് ഗ്രൂപ്പായിരിക്കുന്ന ഇസ്ലാമിക ഗ്രൂപ്പാണ്. ഈ രണ്ട് ഗ്രൂപ്പും യേശുക്രിസ്തുവിനെ ഭയപ്പെടുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും യേശുവിനെ ദൈവമല്ല എന്ന് ആക്കി തീർക്കേണ്ടുന്ന അത്യാവശ്യമായ കാര്യമുണ്ട്. കാരണം യേശുക്രിസ്തു ദൈവമാണെന്ന സത്യം തിരിച്ചറിഞ്ഞാൽ ജനം ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കപ്പെടുകയും ജനം രക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും യേശുവിനെ രക്ഷകനാക്കി മനസ്സിലാക്കാതെ വരിക, യേശുവിന്റെ കൃത്യം ദൈവത്വവും മനുഷ്യത്വവും അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങളും ജനത്തിന് മനസ്സിലാകാതെ ആക്കി തീർക്കുക എന്നുള്ളതാണ് ചെകുത്താന്റെ ബുദ്ധിപരമായ നീക്കത്തിന്റെ പിറകിലെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് യേശു ഭൂമിയിൽ വന്നപ്പോൾ താൻ ദൈവമാണെന്ന് അവകാശപ്പെടാതിരുന്നത്, എന്നെ ആരാധിക്കണം എന്ന് യേശു ആവശ്യപ്പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട വിഷയം. കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ കുറച്ചധികം ചരിത്രം അറിയണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് സമയം കിട്ടിയാൽ പോകാം. പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിന് ആരാധന ലഭ്യമാകാതെ വരുന്നൊരു ഘട്ടത്തിൽ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ ദൈവമാണോ, നിങ്ങൾ എല്ലാവരും എന്നെ ആരാധിക്കണം എന്നോ പറയാൻ വേണ്ടി അല്ല ക്രിസ്തു വന്നത്. അതാദ്യം മനസ്സിലാക്കണം. അത്തരത്തിലൊരു സില്ലി മാറ്റർ ഫേസ് ചെയ്യാൻ വേണ്ടി അല്ല ക്രിസ്തു വന്നത്. ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. ചെകുത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു കിട്ടിയ മനുഷ്യൻ ഇനി ഒരിക്കലും ദൈവത്തോട് അടുക്കാതെ എക്കാലത്തും അവന്റെ കൂടെ നരകത്തിൽ ചെല്ലുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഉദ്ദേശം സാക്ഷാത്കരിക്കുവാനാണ് അവൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇടപെടൽ തെറ്റിപ്പോയ മാനവകുലത്തിന് തെറ്റുതിരുത്താൻ ഒരു അവസരം നൽകുക എന്നുള്ളതാണ്. ഇത് രണ്ടും ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. അവനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ദൈവം മക്കളാക്കി അവരെ വെച്ചിരുന്നു. ഏദനിൽ കർത്താവ് അവരെ പാർപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, സർവത്തിന്റെയും ഫലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. എന്ന് പറഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള മുഴുവൻ അധികാരങ്ങളും ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തം. ദൈവത്തിന് വേണമെങ്കിൽ ആ റോളെല്ലാം കയ്യിൽ വെച്ചിരിക്കാമായിരുന്നു. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ചിന്തിക്കാനും തിരഞ്ഞെടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള സർവസ്വാതന്ത്ര്യം ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതേ അളവിൽ മനുഷ്യന് ഉപയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദൈവവുമായുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യണമോ വേണ്ടയോ എന്ന ആ അവസരം പോലും ചിന്തിക്കാൻ തീരുമാനിക്കാനുള്ള അവസരം ദൈവം മനുഷ്യന് കൊടുക്കുന്നത്. നമുക്കറിയാം, ഏദനിൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചിരിക്കുന്നു. സർപ്പത്തിനുള്ളിൽ പ്രവേശിച്ച ചെകുത്താൻ ആ ഉപായം കൊണ്ട് മാനവകുലത്തെ മുഴുവൻ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ അവൻ പോരാടുകയാണ്. അവൻ അവിടെ ഏദനിൽ ചെന്ന് ഹവ്വയോട് സംസാരിക്കുകയാണ്. ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം വാസ്തവമായി തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? അവിടെ മറുപടി വരുന്നത്,
തിന്നരുതെന്ന് മാത്രമല്ല തൊടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെകുത്താൻ സർപ്പത്തിലൂടെ ഹവ്വയെ വശീകരിക്കുകയാണ്. അവിടെ പറയാണ്, നിങ്ങൾ തിന്നാൽ മരിക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങളുടെ കണ്ണു തുറക്കും. കുറെ അനാവശ്യ ഓഫറുകൾ നൽകുകയാണ്. ഇന്ന് യഹോവ സാക്ഷിക്കാർ നൽകുന്നത് പോലെ, ഇന്ന് യേശുവിൻ നാമക്കാർ നൽകുന്നത് പോലെ, ഇന്ന് ബ്രദറൻകാർ നൽകുന്നത് പോലെ, ഇന്ന് ഇസ്ലാമുകൾ നൽകുന്നത് പോലെ കുറെ തിരുവചനത്തിന് വിരുദ്ധമായ ഓഫറുകൾ നൽകിക്കൊണ്ട് ആ വൃക്ഷഫലം തിന്നാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുവഴി ഹവ്വ വൃക്ഷഫലം തിന്നുന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നു. അവർ ആദമിനും കൊടുക്കുന്നു, രണ്ടാളും ദൈവത്തിൽ നിന്ന് അകലുന്നു. ഇവിടെയാണ് ദൈവം വിഷമത്തിലാകുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യന് കൊടുത്ത സർവസ്വാതന്ത്ര്യം അതിനെ പിശാച് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതിൽ കർത്താവിന് കൈകടത്താൻ കഴിയില്ലേ എന്ന് ചോദിച്ചാൽ കർത്താവിന് വേണമെങ്കിൽ കടത്താം. പക്ഷെ കർത്താവ് മുഴുവൻ അധികാരങ്ങളും മനുഷ്യന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മനുഷ്യനത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് അനുവദിച്ചു. പക്ഷേ മനുഷ്യൻ ചതിക്കപ്പെട്ടു എന്ന വസ്തുത തിരിച്ചറിയുന്നതോടുകൂടി ദൈവം, പക്ഷേ മനുഷ്യൻ ചതിക്കപ്പെടുന്നതോടുകൂടി ദൈവം മനുഷ്യനെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അവിടെയാണ് പിതാവായ ദൈവം തന്റെ കരുണാധിക്യ പ്രകാരം, തന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിൽ കർത്താവ് തീരുമാനിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകണമെങ്കിൽ അകന്നു പോകാൻ വേണ്ടി ദൈവം വച്ചിരുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ചെകുത്താൻ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞപ്പോൾ അതൊരു ചതിവായിരുന്നു എന്നും, മടങ്ങി ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ മനുഷ്യന് താല്പര്യമുണ്ടെന്ന് വരികിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ അവൻ ഇതുപോലൊരു തിരഞ്ഞെടുപ്പ് കൊടുക്കണം എന്നുള്ളതും ദൈവത്തിന്റെ നിർബന്ധമായി. അവിടെയാണ് ദൈവം പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെങ്കിൽ എല്ലാവരും മരിക്കണം, എല്ലാവർക്കും വേണ്ടി ഒരാളെ യാഗമാക്കിയിട്ട് ആ ഏകനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കാം എന്നത് ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം ദൈവത്തിന്റെ നീതി പ്രദർശിപ്പിച്ച ഒരു പദ്ധതിയായിരുന്നു. ദൈവം അങ്ങനെ ദൈവത്തിന്റെ കരുണയുടെ ആധിക്യം കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതി നടപ്പിലാക്കുവാൻ തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് വിടുകയാണ്. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ശ്ലീഹൻ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപം നിമിത്തം പാപജനത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. കണ്ടോ, എത്ര മനോഹരമായിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന പാപത്തിന് കർത്താവിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുമ്പോൾ തന്റെ ദൈവത്വം മുഴുവൻ കെനോസിസ് എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാൻ വന്ന ക്രിസ്തു ഭൂമിയിൽ വന്ന് നിന്നിട്ട്, എടോ ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ എന്ന് പറയും എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതിനല്ല ക്രിസ്തു വന്നത്. ക്രിസ്തു വന്ന പ്രോഗ്രാം കൃത്യമായി ചെയ്തിട്ടാണ് പോകുന്നത്. കർത്താവ് പറയുന്നു, എന്നെ അയച്ചവന്റെ വേല തികയ്ക്കുന്നത് എന്റെ ആഘാരമാണ്. എന്റെ പ്രൈമറി നീഡ് എന്ന് പറയുന്നത് എന്നെ അയച്ചവന്റെ വേല തികയ്ക്കുക. എന്തായിരുന്നു വേല? ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ചെകുത്താനാൽ ചതിക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയ മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരാനുള്ള വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം. അല്ലാതെ ഇവിടെ വന്ന് നബി ചെയ്തതുപോലെ ഉഡായിപ്പുകൾ ചെയ്യുകയായിരുന്നില്ല ഉദ്ദേശം. നബിയുടെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമായിരുന്നു, യേശുക്രിസ്തു ദൈവമല്ല എന്ന് വരുത്തി തീർക്കുക. അതുവഴി യേശുക്രിസ്തുവിലൂടെ ജനം ദൈവത്തിങ്കലേക്ക് ഒഴുകുന്നതിനെ തടയുക, ദൈവത്തിന് പകരം ഒരാളെ കൊണ്ട് പ്രതിഷ്ഠിക്കുക. അതാണ് ഖുറൈശികളുടെ 365 ദൈവങ്ങളിൽ ഒരെണ്ണത്തെ അയാൾ എടുത്ത് പ്രതിഷ്ഠിച്ചു വെച്ചിട്ട് ഈ അല്ലാഹുവാണ് സകലത്തെയും സൃഷ്ടിച്ചതെന്ന് പറയുകയും അല്ലാഹു പറഞ്ഞു എന്ന മട്ടിന് ഇയാള് കുറെ കാര്യങ്ങൾ പറഞ്ഞവതരിപ്പിക്കുകയും ചെയ്തു.
അങ്ങനെ മാക്സിമം ജനത്തെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ചെകുത്താൻ രംഗപ്രവേശനം ചെയ്യിപ്പിച്ച മുഹമ്മദിന് ഒരുപാട് ജനത്തിന്റെ കണ്ണ് കെട്ടിക്കളയുവാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിനോടുള്ള ബന്ധത്തിലാണ് മുഹമ്മദ് നാട്ടുകാരെല്ലാം പറഞ്ഞു പരിചയപ്പെടുത്തിയത് യേശു ദൈവമാണെന്ന് തന്നെത്താൻ അവകാശപ്പെട്ടില്ല, യേശു അവകാശപ്പെടാനല്ല വന്നത് എന്ന വസ്തുത വ്യക്തമായി നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. യേശു വന്നത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കാനാണ്. തികഞ്ഞ മനുഷ്യനായിട്ടാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി ജീവിച്ചു, മനുഷ്യനായി മരിച്ചു, മനുഷ്യനായി ഉയർക്കുകയും ചെയ്തു. ഇന്നും കർത്താവ് ആ രക്ഷയുടെ പദ്ധതി അവസാനിപ്പിച്ചിട്ടില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ജനത്തിനു വേണ്ടിയും യേശുവിനെ വിശ്വസിക്കാതിരിക്കുന്ന ജനത്തിനു വേണ്ടിയും കർത്താവിന് പക്ഷപാതം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് നിൽക്കുന്നതായി സ്തെഫാനോസ് അടക്കമുള്ള വിശുദ്ധന്മാർ ദർശിച്ചിരിക്കുന്നു എന്നുള്ളത് ചരിത്രമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കെടുത്ത്, യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്റെ ദൈവത്വം തെളിയിക്കാനല്ല, ആരാധന തിരിച്ചു പിടിക്കാനല്ല, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് വരാനുള്ള ജീവന്റെ പുതുവഴി തുറക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് കർത്താവ് ചെയ്യുകയും ചെയ്തു. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് സ്നാനപ്പെട്ട് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചെകുത്താൻ വന്ന് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമാക്ക. കർത്താവ് അതിന് വഴങ്ങുന്നതായി നമ്മൾ കാണുന്നില്ല. ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ഇതേ ചോദ്യം ആവർത്തിക്കുകയാണ്, ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ. പിശാചിനെ നന്നായിട്ട് അറിയാം യേശു ദൈവപുത്രനാണ്. പക്ഷേ യേശുവിനെ കൊണ്ട് ഏദനിൽ ആദമിനെ കബളിപ്പിച്ചതുപോലെ യേശുവിനെ കബളിപ്പിക്കുവാനുള്ള സകല ശ്രമങ്ങളും പിശാച് ചെയ്യുമ്പോൾ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ വന്ന ക്രിസ്തു വചനത്തിലൂടെ തന്നെ പിശാചിനെ കൃത്യമായി കീഴടക്കുകയും ഒടുവിൽ തന്റെ ക്രൂശിലെ യാഗത്തിലൂടെ പിശാചിന്റെ അടിമകളായി, മരണത്തിന് അടിമകളായിരുന്ന ജനത്തെ മുഴുവൻ സ്വാതന്ത്ര്യം വരുത്തിക്കൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോവുകയും ചെയ്തു. ഈ സത്യം ജനം തിരിച്ചറിയാതിരിക്കേണ്ടതിന് ചെകുത്താൻ ജനത്തിന്റെ മുഴുവൻ കണ്ണുകെട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന സകല ശ്രമങ്ങളും അഫലമാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യേശു ദൈവമാണോ എന്ന ചോദ്യത്തിന് ഒരു സിമ്പിളായി മറുപടി പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ പ്രോഗ്രാമുകളെല്ലാം നടക്കുമ്പോൾ സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, തിരുവെഴുത്തുകൾ പ്രകാരം തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടതിന് ഇങ്ങനെ സംഭവിച്ചു, അതിലൂടെ യേശു ദൈവപുത്രൻ എന്ന് അവർക്ക് വെളിപ്പെട്ടു എന്ന് നിങ്ങൾ സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ വായിക്കുന്നുണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ട് യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ ശേഷം യോഹന്നാൻ യേശുവിനെ പത്മോസിൽ വെച്ച് കാണുന്നുണ്ട്. അവിടെ വെച്ച് യോഹന്നാൻ കാണുന്ന ഒരു രൂപം, ഒരു വിശേഷം ഇങ്ങനെയാണ് എഴുതി വെക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എടുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കണ്ടു. സിംഹാസനത്തിൽ ഇരിക്കുന്നത് യഹോവയായ ദൈവമാണ്. ആ പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് ഉച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു മുൻപിലേക്ക് കടന്നു വരുന്നു. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി അറക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവിടെ രംഗപ്രവേശനം ചെയ്യുന്നു. ക്രിസ്തു അവിടെ വന്നിട്ട്, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ കണ്ണും ഉണ്ട് എന്ന് പറഞ്ഞാൽ, കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞാട് മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി യാഗമായ അതേ അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്. തനിക്ക് 7 കൊമ്പും 7 തലയും, തനിക്ക് 7 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ സർവാധികാരത്തെ കാണിക്കുന്നു. തനിക്ക് 7 കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ സർവ കാഴ്ചയെ കാണിക്കുന്നു. അവൻ വന്ന് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു മുൻപിലേക്ക് വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ചുരുള് വാങ്ങുകയാണ്. ഇതെപ്പോഴാണ് സംഭവിക്കുക? യേശുക്രിസ്തു തനിക്കായി കാത്തിരിക്കുന്ന ജനത്തെ സ്വീകരിച്ച് സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ പ്രസന്റ് ചെയ്ത ശേഷം നടക്കുന്ന കാര്യമാണിത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് വരെ ക്രിസ്തു രണ്ടാമനായി തുടരുകയാണ്. രണ്ടാമനായതുകൊണ്ടല്ല, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ കോലമെടുത്ത ക്രിസ്തു
മടങ്ങി പഴയ പദവിയിലേക്ക് തിരിച്ചെത്താതെ കർത്താവ് നിൽക്കുന്നു എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. മനസ്സിലാക്കണം, അവിടത്തെ മൂപ്പന്മാർ കുഞ്ഞാടിന്റെ മുൻപാകെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മുൻപാകെ വീഴുകയാണ്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. കേൾക്കണം, ഇപ്പൊ കേൾക്കുന്നത് ദൂതന്മാരുടെ ശബ്ദമാണ്. സ്വർഗത്തിലെ കാര്യം പറയുന്നത്. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ, സ്വർഗത്തിലെ ദൂതന്മാരാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യം തന്നെ എന്ന് പറഞ്ഞു. ഓർക്കണം, സ്വർഗത്തിലെ ദൂതന്മാർ കർത്താവ് യേശുവിനെ ആരാധിക്കുകയാണ്. സ്വർഗത്തിൽ ന്യായവിധിയുടെ ചുരുള് മേടിച്ച് കർത്താവ് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിതാവായ ദൈവം ന്യായവിധിയുടെ അധികാരം പുത്രന് കൊടുക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 22 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ സ്വർഗത്തിലെ ദൂതന്മാർ മുഴുവൻ കർത്താവിന് ബഹുമാനവും സ്തോത്രവും ആരാധനയും കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് തന്നെയാണ്. യേശുക്രിസ്തു എന്തുകൊണ്ട് ഭൂമിയിൽ വെച്ച് എന്നെ ആരാധിക്കാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, ക്രിസ്തു ഭൂമിയിൽ വന്നത് ആരുടെങ്കിലും ആരാധന സ്വീകരിക്കാനല്ല, മാനവകുലത്തിന് വേണ്ടി മരിപ്പാൻ, മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, സകല മാനവകുലത്തിനും പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നെത്താനുള്ള ജീവനുള്ള പുതുവഴി തുറന്നു തരുവാനാണ് ക്രിസ്തു വന്നത്. അല്ലാതെ ക്രിസ്തു ദൈവമാണെന്ന് പറയാനോ എന്നെ ആരാധിച്ചോളാൻ പറയാനോ അല്ല വന്നത്. ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്ന് ക്രിസ്തു തന്റെ ജനവുമായി സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൂതന്മാരടക്കം യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് കാണാനുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. യേശുവിനെ ദൈവമെന്ന് തിരിച്ചറിയാതിരിക്കാൻ, യേശുവിനുള്ള രക്ഷ ലഭ്യമാകാതിരിക്കാൻ മുഹമ്മദും കൂട്ടരും കൊണ്ടുവന്ന ഒരു പാഷാണ്ഡതയാണ് യേശുക്രിസ്തു ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല എന്ന വസ്തുത. അതുകൊണ്ട് ഇക്കാര്യം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിത്യത പ്രാപിക്കണമെങ്കിൽ, രക്ഷിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ്കൊണ്ട് ഏറ്റുപറയുക. ക്രിസ്തു ഒരുക്കി തന്ന വഴിയിലൂടെ നിത്യതയ്ക്കൊരുങ്ങുക. ഇല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷണ്യ പദ്ധതിയെ സ്വീകരിച്ചുകൊണ്ട് നിത്യതയ്ക്കൊരുങ്ങാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.